കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് ബോട്ട് സർവീസുമായി വിനോദസഞ്ചാര വകുപ്പ്. ആദ്യമായാണ് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ബോട്ട് സർവീസ് ഒരുക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് സ്വീറ്റ് ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ വിനോദ ബോട്ട് സർവീസ് സഹായമാകുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ബേപ്പൂരിലേക്ക് കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാനാണ് സ്പീഡ് ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. മലബാറിന്റെ കടൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ റൂട്ടിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ബോട്ട് സർവീസ്. ഒരു ബോട്ടിൽ 13 പേർക്ക് യാത്ര ചെയ്യാം. മിതമായ വേഗത്തിൽ 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്ക് എത്താം. കോഴിക്കോട് ബീച്ചിന്റെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു പുതിയ സർവീസ്. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസാണ് സ്പീഡ് ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. കോഴിക്കോടിന്റെ വിനോദസഞ്ചാര മേഖലയിൽ സ്പീഡ് ബോട്ട് യാത്ര പുതിയ അനുഭവമാകുമെന്നും ജില്ലയിലാകെ പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് നിന്ന് ബേപ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും ആളുകൾക്ക് പെട്ടെന്ന് എത്താനുള്ള സ്പീഡ് ബോട്ട് അതുപോലെ തന്നെ യാട്ട് ഒക്കെ തന്നെ ആരംഭിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കോഴിക്കോട് ജില്ലയിലാകെ ഭാവിയിൽ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു പുറമെ ക്രൂയിസ് മോഡൽ ഭക്ഷണമൊക്കെ കൊടുത്ത് ഗെറ്റ് ടുഗദറുകളും മറ്റും നടത്തുന്ന യാത്രകളും ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ യാത്രയിൽ മന്ത്രിയും പങ്കാളിയായി. സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, KTIL ചെയർമാൻ SK സജീഷ് ഉൾപ്പെടെ നിരവധി പേരും യാത്രയിൽ പങ്കുചേർന്നു. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ബോട്ട് യാത്ര മികച്ച അനുഭവമാകും എന്നത് തീർച്ച. എല്ലാവിധ സുരക്ഷാ മുൻകരുതൽ സംവിധാനങ്ങളോടുകൂടിയാണ് സഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.